കോഴിക്കോട് കോവൂർ ഇരങ്ങാടൻ പള്ളി ബൈപ്പാസിൽ ബൈക്ക് അപകടം. കുഴിയിൽ വീണ ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. അദാനി പൈപ്പ് ലൈന് വേണ്ടി കുഴിച്ച കുഴിയിലാണ് ബൈക്ക് വീണത്. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, എങ്ങനെയാണ് ഈ ബൈക്ക് യാത്രികൻ അവിടേക്ക് എത്തിയത്? ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവിടെ ചില ബാരിക്കേഡുകൾ വെച്ചതുപോലെ ഉണ്ടല്ലോ. ബിനിൽ, തീർച്ചയായും യാദൃശ്ചികമായി സംഭവിച്ചത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഇത്തരത്തിൽ വലിയൊരു കുഴിയുടെ നിർമ്മാണം നടക്കുന്നുണ്ട് എന്നൊന്നും ബോധ്യമാവാത്ത രീതിയിലാണ്, പൊടുന്നനെ ഒന്നും വ്യക്തമാവാത്ത രീതിയിലാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നേരത്തെ നമുക്ക് അറിയാം, കോഴിക്കോട് ബൈപ്പാസിൽ തന്നെ അപകടത്തിൽ ഒരു ഭക്ഷണ വിതരണ ഏജൻസിയുടെ ജീവനക്കാരൻ ഉൾപ്പെടെ കുഴിയിൽ വീണ് മരിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത കുറവിനെ പറ്റി വലിയ ചർച്ചയായിരുന്നു ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമയത്ത്. ഇത്തരം റോഡിന് അരികിലുള്ള കുഴികൾ നിർമ്മാണത്തും അല്ലെങ്കിൽ മറ്റ് പൈപ്പിടൽ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വലിയ തരത്തിൽ പൊതുജനത്തെ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകളും മറ്റും സ്ഥാപിക്കണമെന്ന കർശന നിർദ്ദേശം അവഗണിക്കുന്ന അല്ലെ നിസ്സാരവൽക്കരിക്കുന്ന സാഹചര്യമുണ്ട്. അത് തുടരുകയാണ്. അതുതന്നെയാണ് ഈ അപകടങ്ങൾ തുടരുന്നതിനും കാരണമാകുന്നത്. ഇത് കോഴിക്കോട് ടൗണിൽ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ അപകടം പതിവാകുന്ന സാഹചര്യവുമുണ്ട്. മറ്റ് ടൗണിൽ പലയിടത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നു വരുന്ന സാഹചര്യവുമുണ്ട്. പൈപ്പിടൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട് പല ഭാഗങ്ങളിലും. എന്തായാലും ഇതിനെ ഗൗരവത്തോടെ നിർമ്മാണ ഏജൻസികൾ കാണുന്നില്ല എന്നത് തന്നെയാണ് ഈ അപകടങ്ങൾ ഉണ്ടാക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പെട്ടെന്ന് ഒരു ബൈക്ക് യാത്രികൻ വരുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെടുന്നില്ല. ജോലിക്കോ മറ്റോ പോകുന്ന തിരക്കിലുള്ള ആളുകളാണെങ്കിൽ ചെറിയ വിധത്തിലുള്ള ഒരു ബാരിക്കേഡ് ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ തന്നെയാണ് ഈ അപകടം ഉണ്ടായതായി രതീഷ് വാസുദേവൻ റിപ്പോർട്ട് ചെയ്യുന്നത്.